Good afternoon, viewers. So ഇന്ന് മാർക്കറ്റ് ഇന്നലെ റിസ്ക് എടുത്ത കൂട്ടർക്ക് മാർക്കറ്റ് ഇന്ന് റിവാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാറ്റ സ്റ്റീലൊക്കെ ഇന്ന് നന്നായി കാര്യം കണ്ടു. പിന്നെ ഓൾറെഡി മാർക്കറ്റ് ഇപ്പോൾ നിഫ്റ്റി ചെയ്യുന്നത് ഓൾമോസ്റ്റ് 23,237 ഇപ്പം നിഫ്റ്റി ഉള്ളത്. സോ എനിക്ക് തോന്നുന്ന മാർക്കറ്റ് ഇന്നലെ ഞാൻ പറഞ്ഞു അതൊരു സപ്പോർട്ട് ലെവൽ ആയിരിക്കും എന്ന് പറഞ്ഞ നിഫ്റ്റീൻ്റെ സപ്പോർട്ട് ലെവൽ അതായിരുന്നു. ഏകദേശം പറയാമെന്ന് വെച്ചാൽ നിഫ്റ്റീൻ്റെ സപ്പോർട്ട് ലെവൽ വന്നത് 22,800 അതിൻ്റെ സപ്പോർട്ട് ലെവൽ വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങളൊക്കെ ഈ SIP മാർക്കറ്റിൽ ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ SIP റൂട്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടർക്കൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ പറയാന്ന് വെച്ചാൽ ഈ SIP ഒക്കെ ഒരു നെഗറ്റീവ് റിട്ടേൺസ് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. നിങ്ങളിപ്പം 999 SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ SIPൻ്റെ ഒരു പ്രോബ്ലം ഞാൻ നെഗറ്റീവ് റിട്ടേൺസ് കിട്ടുമെന്ന് പറയുന്നത് കാരണം SIPയിൽ നിങ്ങൾ മാർക്കറ്റ് അറിയാണ്ട് ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ IPO പോലത്തെ ഫണ്ടിലൊക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ എവറി ടൈം യു ആർ ആവറേജിങ് ഓൺ ദ ടോപ്പ്. സോ അത് കൂടുതൽ നിങ്ങൾക്ക് നഷ്ടത്തിലേക്കും നെഗറ്റീവ് റിട്ടേൺസിലേക്കും പോകും SIP. ഇനിയുള്ള 10 കൊല്ലം ഇന്ത്യൻ മാർക്കറ്റിൽ ഇറ്റ് വിൽ ബി എ വെരി ടഫ് ടൈം. FIs ആർ കണ്ടിന്യൂസ്ലി സെല്ലിങ് സ്റ്റോക്ക്. ദേ ആർ നോട്ട് ഹോൾഡിങ്. ഇനി നിങ്ങൾക്ക് ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പെല്ലാം ഹോൾഡ് ചെയ്യുന്ന കൂട്ടർ ഐ തിങ്ക് ബെറ്റർ ഇവരൊക്കെ വിറ്റിട്ട് ക്യാഷ് എടുക്കുന്നത് നല്ലത്. കാരണം വെച്ചാൽ ഇനി അങ്ങോട്ട് മാർക്കറ്റ് വളരെ ടഫായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ദ സെയിം വേ കഴിഞ്ഞൊരു കുറച്ച് കൊല്ലങ്ങളായിട്ട് മാർക്കറ്റ് പോയ പോലെ ആയിരിക്കില്ല മാർക്കറ്റ് പോവുക. കാരണം അങ്ങനെയുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസും ജിയോഗ്രാഫിക്കൽ പൊളിറ്റിക്കൽ ചേഞ്ചസും ടാരിഫ് വാർസും ഇതൊക്കെ മാർക്കറ്റിൽ വരാൻ പോവാം. സോ അതുകൊണ്ട് ഞാനിത് കാണുന്നത് മാർക്കറ്റിൽ വളരെ റിസ്കി ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദി ടൈം ഫോർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ. കാരണം നിങ്ങൾ ആലോചിക്കുക, ബിസിനസ് ആർ റൺ ബൈ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ആർ റൺ ബൈ ഇമോഷൻസ്. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുമ്പം തന്നെ അതിന് ഇഫ് യു വാണ്ട് ടു ബിക്കം എൻ്റർപ്രൈനർ യു ഷുഡ് ഹാവ് എ ബിസിനസ് പ്ലാൻ. നിങ്ങളൊരു ബിസിനസ് പ്ലാൻ ഇല്ലാണ്ട് ഒരു ബിസിനസ് തുടങ്ങുകയെന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് നിങ്ങളൊരു ബിൽഡിംഗ് കെട്ടുന്നത് ഫ്ലോർ പ്ലാൻ ഇല്ലാണ്ട് എങ്ങനെ ബിൽഡിംഗ് കെട്ടുന്ന പോലെയാണ് അതിൻ്റെ ബിസിനസ് തുടങ്ങുന്നത്. കാരണം നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ബിസിനസ് പ്ലാനത്തിൽ നിങ്ങൾ വളരെ ക്ലിയറായിട്ട് 3 കൊല്ലത്തെ അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം, ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പെൻസസ്, പ്രോഫിറ്റ്, ലോസ് പ്രൊജക്ഷൻസ് ആദ്യം അറിയണം. എനിവേ ദാറ്റ്സ് എ ലോങ് സബ്ജക്ട്. താങ്ക് യു വെരി മച്ച് ഫോർ വ്യൂയിങ് മൈ ചാനൽ.